കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുകയാണ്. ലീഗിന്റെ കൂടെ പ്രതികരണം വന്നപ്പോൾ അവർക്ക് ശരിക്കും നിലനിൽപ്പില്ല എന്ന് വേണം പറയാൻ. ഇവിടെ ഒരു വഴിക്കൂടെ കോൺഗ്രസ് BJP അന്തർധാരയും ഒഴുകുന്നുണ്ട്. എന്നാൽ അതവർ പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് BJP നടത്തുന്ന രാഷ്ട്രീയ നീക്കമാണെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കി. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണോ എന്നത് കോൺഗ്രസ് തീരുമാനിക്കും. BJPയുടെ മുതലെടുപ്പ് അനുവദിക്കരുതെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. എന്നാൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢലക്ഷ്യമുണ്ടോ എന്നുള്ളതും വരും ദിവസങ്ങളിൽ നമുക്ക് വെളിവാകും. വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ ഉദ്ഘാടനമാക്കുന്ന തരത്തിലാണ് BJPയുടെ നീക്കവും. മോദി സർക്കാരിന്റെ ലക്ഷ്യം അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പ് തന്നെയാണ്. ഹൈന്ദവ സമുദായത്തിന്റെ വിശ്വാസത്തെയും ആരാധനാ സ്വാതന്ത്ര്യത്തെയും ലീഗ് അങ്ങേയറ്റം ബഹുമാനിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് ഒരു അഭിപ്രായവും പറയുന്നില്ല. പക്ഷേ രാമക്ഷേത്ര ഉദ്ഘാടനം രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പങ്കെടുക്കുന്നവരുടെയും പങ്കെടുക്കാത്തവരുടെയും വേർതിരിച്ച് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ വിഷയം കൊണ്ടുപോകാനാണ് ഇവരുടെ നീക്കവും. ആരാധന അല്ല, രാഷ്ട്രീയം തന്നെയാണ് വിഷയം. ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഇത് തിരിച്ചറിഞ്ഞ് സ്വതന്ത്രമായ തീരുമാനമെടുക്കണം. മതേതരത്വ കാഴ്ചപ്പാടുള്ള പാർട്ടികളാകെ അത് ചെയ്യുമെന്നാണ് വിശ്വാസവും. മറ്റൊന്നും ഈ അവസരത്തിൽ പറയാനില്ല എന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വീട്ടിലാണ് മുസ്ലിം ലീഗ് നേതാക്കൾ യോഗം ചേർന്നത്. PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം, MK മുനീർ, അബ്ദുൽ സമദ് സമാനി അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതേസമയം രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, മൻമോഹൻ സിംഗ് എന്നിവരെ BJP ക്ഷണിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധി നേരിട്ടോ അവരുടെ പ്രതിനിധിയോ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കോൺഗ്രസും അറിയിച്ചു. എന്നാൽ ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നു വരുന്നത്. പിന്നാലെ വിഷയത്തിൽ പരസ്യ പ്രതികരണം വിലക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. അതുപോലെ BJPയുടെ വലയിൽ വീഴരുതെന്ന് നേതാക്കൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നേതാക്കളുടെ പരസ്യ പ്രകടനങ്ങളിൽ ഹൈക്കമാൻഡ് അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. വിഷയം കോൺഗ്രസ് നേതാക്കളുമായി ലീഗ് ചർച്ച ചെയ്യാനും സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.